നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഉത്സവ സീസൺ ആരംഭിച്ചതോടെ ഏറെ ആകാംക്ഷയിലാണ് പ്രവാസികൾ. നാട്ടിലേക്ക് വരാനും നാട്ടിൽ നിന്ന് ഗൾഫിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പറക്കാനും കാത്തിരിക്കുന്നു ഏവരും. അങ്ങനെ യാത്രക്കാർ വർദ്ധിക്കുന്നതിനോടനുബന്ധിച്ച് ടിക്കറ്റ് നിരക്കും വർദ്ധിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോഴിതാ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇൻഡിഗോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മുൻനിര ബജറ്റ് കാരിയറായ ഇൻഡിഗോ ആഭ്യന്തര അന്തർദേശീയ ഫ്ലൈറ്റുകൾക്കായി പ്രത്യേക 3 ദിവസത്തെ ശൈത്യകാല ഓഫറുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 2022 ഡിസംബർ 23 മുതൽ 25 വരെ നടക്കുന്ന വിൽപ്പനയിൽ ആഭ്യന്തര വിമാനങ്ങൾക്ക് 2023 രൂപ മുതലും അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് 4999 രൂപ മുതലുമായിരിക്കും നിരക്ക്. 2023 ജനുവരി 15 മുതൽ 2023 ഏപ്രിൽ 14 വരെയുള്ള യാത്രകൾക്കാണ് ഇത് ബാധകമാവുക. കൂടാതെ ഇന്ത്യയുടെ പങ്കാളി ബാങ്കായ HSBCയിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ക്യാഷ് ബാക്കും ലഭിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി 2022 ഡിസംബർ 23 മുതൽ 2022 ഡിസംബർ 25 വരെ സാധിക്കും. ഓഫറിന് കീഴിൽ പരിമിതമായ ഇൻവെന്ററി ലഭ്യമാണ്. ഈ ഓഫർ മറ്റേതെങ്കിലും ഓഫർ, സ്കീം അല്ലെങ്കിൽ പ്രൊമോഷൻ എന്നിവയുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇൻഡിഗോയുടെ ഗ്രൂപ്പ് ബുക്കിംഗുകളിൽ ഈ നിരക്കുകൾ ലഭിക്കില്ല. ഗ്രൂപ്പ് ബുക്കിംഗുകൾ നടത്തുന്നവർക്ക് ഓഫർ ഇല്ലാത്ത സാധാരണ നിരക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. കൂടാതെ ഉപഭോക്താക്കൾക്ക് ഇൻഡിഗോയുടെ പങ്കാളിയായ HSBCയിൽ നിന്ന് ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഓഫർ പ്രകാരം മാത്രമേ ഉള്ളൂ. 2022 ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ ആഭ്യന്തര വിമാന കമ്പനികൾ കയറ്റിയ യാത്രക്കാരുടെ എണ്ണം 1105.10 ലക്ഷമായിരുന്നു. മുൻവർഷം ഇതേ കാലയളവിൽ ഇത് 726.11 ലക്ഷമായിരുന്നു. ഇത് 52.19% വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്ത്യയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. നവംബറിൽ ഓപ്പറേറ്റർമാർ 116.79 ലക്ഷം യാത്രക്കാർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസം 105.16 ലക്ഷമായിരുന്നു യാത്രക്കാർ. വർഷം തോറും 11% വർധനമാണ് ഉണ്ടായത്. അതേസമയം ലോകം വീണ്ടും ജാഗ്രതയുടെ നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. ഇതിനോടകം തന്നെ നിരവധി രാജ്യങ്ങൾ കോവിഡിനെ തുടർത്താൻ മുന്നൊരുക്കങ്ങൾ നടത്തിവരുന്നു. കോവിഡിന്റെ പുതിയ വകഭേദമാണ് ഇപ്പോൾ ഏറെ ആശങ്ക നൽകിയിരിക്കുന്നത്. ഇതേ തുടർന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അതത് രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശങ്ങളും ഇന്ത്യ നൽകി കഴിഞ്ഞു. വാക്സിനേഷൻ കാർഡ് കരുതണം, രോഗലക്ഷണമുള്ളവർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം, യാത്രയ്ക്ക് മുമ്പ് അതത് രാജ്യത്തെ കോവിഡ് നിയമങ്ങൾ പരിശോധിച്ചുറപ്പാക്കണം, ജനത്തിരക്കിൽ നിന്ന് അകലം പാലിക്കണം എന്നിവയാണ് മറ്റ് നിർദ്ദേശങ്ങൾ. അതേസമയം വിദേശത്ത് നിന്നെത്തുന്നവരിൽ നിന്ന് രോഗവ്യാപനം തടയാനുള്ള മുൻകരുതലും ഇന്ത്യയിലെ അധികൃതർ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധന നടത്തും. ഓരോ വിമാനത്തിലെയും 2% യാത്രക്കാരെയാകും ഇത്തരത്തിൽ പരിശോധിക്കുക. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്ക്, വിദേശത്ത് നിന്ന് വരുന്നവർക്കും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.